Rescue team calling on all tower. Rescue team calling on all tower. Bad weather. Still mist and fog sustained. We can't find anything. Control tower calling rescue team. Return to base. Sir, അന്വേഷണത്തിൽ പോയ കോപ്റ്ററുകൾ മടങ്ങുകയാണ്. ഈ കാലാവസ്ഥയിൽ ആ വഴിക്കുള്ള അന്വേഷണവും seems to be impossible. ശരിയാണോ? ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നു. അങ്കിളിനെ അറിയിക്കണ്ടേ? ഇപ്പൊ വേണ്ട, വൈകിട്ടാവട്ടെ. നമുക്കൊന്ന് ആഘോഷിക്കണം. மூப்பா, ഞങ്ങൾ പറയുന്ന കേൾക്ക്. அது எங்க தேவர் குடியிருக்க இடம். அங்க போக விட மாட்டோம். அங்க போனவங்க யாரும் திரும்பி வந்ததும் கிடையாது. போங்கோ, நீங்க போங்கோ. എങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. அப்படின்னா எங்க பணத்தை மிதிச்சுதான் நீங்க போக முடியும். No! Recce Patrol Alpha 4 calling headquarters. Recce Patrol Alpha 4 calling headquarters. എയർക്രാഫ്റ്റിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ ഇവിടെ ഈ കാടിന് മുകളിലാണ്. തേവർകോട്ടൈ. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും പാറക്കെട്ടുകളും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ടാവാം. നമ്മുടെ അന്വേഷണവും ഇവിടെ തന്നെ ആകേണ്ടിയിരിക്കുന്നു. ശക്തമായ മുടൽമഞ്ഞ് കാരണം പാരട്രൂപ്പിനെ ഇറക്കാനും മാർഗമില്ല. ആസ് യു ഓൾ നോ, അവിടെ ചെന്നെത്താൻ ഇനി 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, അപ്പുറത്തുകൂടി ഈ മലകൾ കടന്നെത്തുക. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മിനിമം 10 to 15 days. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചിലപ്പോൾ അതിലും കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരാം. വി കാൻറ്റ് അഫോർഡ് ദ ഡിലേ. എങ്കിലും ആ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. 2, ഈ പുഴ കടന്ന് ഇവിടെ എത്തുക. അതല്ലേ സാർ എളുപ്പം? നോ ക്യാപ്റ്റൻ പിള്ളേ, യു ആർ ന്യൂ ടു ദിസ് പ്രോബ്ലം. സി, ഈ പുഴയ്ക്കിക്കരയായി ഒരു ആദിവാസി ഗ്രാമമുണ്ട്. There lies the real problem. What's that, sir? വളരെയേറെ പഴക്കമുള്ള ഒരു സംസ്കാരമാണ് അവരുടേത്. അവരുടെ മലദൈവങ്ങളുടെ വിഹാരരംഗമാണ് ആ കാടെന്നും അങ്ങോട്ട് ആരെങ്കിലും കടന്നു ചെല്ലുന്നത് ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, ആ പുഴ കടന്നു പോയിട്ടുള്ള ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലത്രേ. ഇത്രയും കാലം ആ കാട്ടിലേക്ക് കടന്ന് നമ്മൾ സർവേ നടത്താതിരുന്നതും ഇതുകൊണ്ട് തന്നെ. ഏത് സാഹചര്യത്തിലായാലും ജീവൻ കളഞ്ഞാലും they resist even with weapons. അവിടെ എത്തിയ നമ്മുടെ അന്വേഷണ സംഘത്തെയും അവർ തടഞ്ഞതിനാൽ പിൻവലിക്കേണ്ടി വന്നു. Why can't we use force, sir? What nonsense are you talking? ആദിവാസികൾ സംരക്ഷിക്കപ്പെടേണ്ട വർഗമാണെന്ന് അറിഞ്ഞുകൂടെ? We have to protect them. എന്റെ മരുമകനെ രക്ഷിക്കാൻ വേണ്ടി എന്തിനീ നിരപരാധികളെ കൊന്നൊടുക്കി എന്നൊരു ചോദ്യം അതോറിറ്റീസ് നിന്നുണ്ടായി ഞാൻ എന്ത് ഉത്തരം പറയും? ഈ ഡിവിഷനിലെ 2 ബെസ്റ്റ് ഓഫീസേഴ്സാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. മോറോവർ, അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഫയലും എങ്ങനെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങളെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ്. ആദിവാസികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പുഴ കടന്ന് അക്കരെ എത്തി നിങ്ങൾ വേണം അത് സാധിക്കാൻ. ഓക്കെ സർ. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു സജഷൻ ഉണ്ട്. ദിസ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇങ്ങനെ ഒരു കാര്യത്തിന് കുറെ കൂടി സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? വാട്ട് യു മീൻ? എല്ലാ രംഗത്തും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ. ആരാ അങ്ങനെ? ക്യാപ്റ്റൻ റോയ് ജേക്കബ് തോമസ്. സർ, റോയി ഹൗസ് അറസ്റ്റിലല്ലേ? അതും സുരേഷിന് തല്ലാൻ ശ്രമിച്ച കേസിൽ. അപ്പോ കഴിഞ്ഞു നോക്ക്, മറക്കണം സർ.
ഈ അവസരത്തിൽ ഹി ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹെൽപ്പ്. ഓക്കെ ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ. ശേഖറിന്റെ സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ കീഴിലായിരിക്കണം റോയിയുടെ ഓരോ നീക്കവും. ബ്രിങ് ഹിം. आपको कल माधव साहब देखना चाहता है एट हिज रेजिडेंस. हाँ. May I come in, sir? Please take your seat. Thank you, sir. Roy, one of our aircraft is reported missing somewhere in the dense forest. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒന്നും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാട്ടിലെത്താനുള്ള എളുപ്പമാർഗമായ പുഴ കടക്കാൻ ആദിവാസികൾ അനുവദിക്കാത്തത് കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ താമസം വരുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പുഴ കടന്ന് ഓപ്പറേഷൻ നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഫോം ചെയ്തിട്ടുണ്ട്. യു ഓൾസോ ജോയിൻ ദം. സർ, ആരൊക്കെയായിരുന്നു ആ എയർക്രാഫ്റ്റിൽ? ക്യാപ്റ്റൻ രാജീവ് കുമാർ ആൻഡ് ക്യാപ്റ്റൻ സുരേഷ് ജി നായർ. റോയ്, കഴിഞ്ഞതെല്ലാം മറന്ന്. സോറി സർ, കഴിഞ്ഞതെല്ലാം മറന്ന് സഹായിക്കാൻ അത്രയ്ക്ക് ഹൃദയവിശാലതൊന്നും എനിക്കില്ല. റോയ്, സാറിന് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ 2 വർഷത്തെ വിഗറസ് ട്രെയിനിങ് പീരീഡിൽ എല്ലാ ടെസ്റ്റുകളിലും ഒന്നാമനായി എത്തി എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ. 28 ദിവസത്തെ ജയിൽവാസവും കുറെ വേദനകളും. അതൊക്കെ പോട്ടെ, എന്റെ മനസ്സിനേറ്റ മുറിവുകളോ? എല്ലാം അവൻ കാരണമായിരുന്നു, അവന് വേണ്ടിയായിരുന്നു. അവനില്ലാത്ത കഴിവുകൾ ഉണ്ടാക്കി 1ാം സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കാൻ ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതികൾ. പ്ലീസ് റോയ്, പ്ലീസ്. നോ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. നോ, എനിക്ക് പറ്റില്ല. സൂപ്പർ കമാൻഡോ അല്ലേ മരുമകൻ, അവന്റെ കഴിവുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടെങ്കിൽ പോലും സാർ, ചത്തില്ലെങ്കിൽ. കൂൾ ഡൗൺ റോയ്, കൂൾ ഡൗൺ. നമ്മൾ പട്ടാളക്കാരുടെ ജീവിതത്തിൽ ഇത്തരം സെന്റിമെന്റ്സിനൊന്നും സ്ഥാനമില്ല. നടക്കാനുള്ളതൊക്കെ എന്നേയും നടന്നു കഴിഞ്ഞു. നമ്മുടെ 2 സഹപ്രവർത്തകരും വിലയേറിയ ചില സീക്രട്ട് ഫയൽസുമാണ് അവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓർഡർ ഒബേ ചെയ്യുക എന്നതിലുപരി അതിലെ ആത്മാർത്ഥതയാണ് പ്രധാനം. എനിക്ക് നിന്നിലുള്ള വിശ്വാസവും അതാണ്. യു മേ ഗോ.